السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ആദരണീയരായ ശ്രോതാക്കളെ, നാം മനുഷ്യ ശരീരത്തിലെ അമാനുഷികതകൾ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി കുറഞ്ഞ ദിവസങ്ങളായി ക്ലാസ് എടുത്തു വരുന്നത്. ഈ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് നാം വിശദീകരിച്ചാൽ, മാസങ്ങളോളം വിശദീകരിച്ചാലും തീരൂല. അതുകൊണ്ട് ആ വിഷയം ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. 1-2 ദിവസം മാത്രമാണ് ഇനി ഇങ്ങനെയുള്ള വിഷയങ്ങൾ ക്ലാസ് എടുക്കുന്നത്. പിന്നീട് നമുക്ക് കോസ്മോളജിയും സുവോളജിയും ജിയോളജിയും ഓഷ്യനോളജിയും ഇങ്ങനെ മനുഷ്യ ശരീരത്തിലുള്ള വിഷയങ്ങളും ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ചർച്ച ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആ വിഷയം സംസാരിക്കുമ്പോഴേക്ക് അങ്ങോട്ട് ഇതിനെ നീട്ടിവെക്കുന്നു. ഞാൻ ഇപ്പോൾ ഈ ക്ലാസ്സുകളിലെ ശ്രദ്ധ ചെലുത്തുന്നത് ഓൺലി ആരോഗ്യത്തെ പറ്റിയാണ്, മെഡിസിനെ പറ്റിയാണ്. എങ്കിലും ഞങ്ങൾ മനുഷ്യരാണല്ലോ, അതുകൊണ്ട് നമ്മെപ്പറ്റി കാര്യമെങ്കിലും അറിഞ്ഞിരിക്കണം. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ അകത്ത്, ഓരോരുത്തരുടെയും ശരീരത്തിന്റെ അകത്ത് അല്ലാഹു തആല ചുരുട്ടിവെച്ച ഞരമ്പുകളെ പറ്റിയാണ്. ഈ ഞരമ്പ് എന്നുള്ളത് ഒരു വലിയ അത്ഭുതമാണ്. ഓരോ മനുഷ്യരുടെയും ശരീരത്തിന്റെ അകത്ത് അല്ലാഹു തആല എത്രയോ ഞരമ്പുകളെ അല്ലാഹു അതിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ ശരീരത്തിന്റെ അകത്ത് 7 ട്രില്യൺ ഞരമ്പുകളുണ്ട് എന്ന് പറയുന്നു. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു മനുഷ്യന്റെ ഓരോ ഞരമ്പുകളെയും എടുത്ത് നാം അതിനെ ജോയിന്റ് ചെയ്ത് നീള വെക്കുന്നു. അതായത് എഡ്ജ് ടു എഡ്ജായി, ടിപ്പ് ടു ടിപ്പായി ജോയിന്റ് ചെയ്തിട്ട് നീളത്തിൽ വെച്ചു. അങ്ങനെ ഒരൊറ്റ മനുഷ്യന്റെ ഞരമ്പുകൾ മുഴുവൻ അങ്ങനെ എടുത്ത് ജോയിന്റ് ചെയ്ത് നീളത്തിൽ വെച്ചാൽ ഒരു മനുഷ്യന്റെ മാത്രം ഞരമ്പുകളുടെ നീളം എത്രയായിരിക്കും? ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഏകദേശം 1,00,000 മൈലുകൾ ഉണ്ടാകും, 1,00,000 കിലോമീറ്റേഴ്സ് ഉണ്ടാകുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. 1,00,000 കിലോമീറ്റേഴ്സ്. ചുരുക്കത്തില് നാം ഈ വസിക്കുന്ന, ഈ താമസിച്ചു വരുന്ന ഭൂമി, ഈ ഭൂമിയുടെ വെയിറ്റ് 6000 മില്യൺ ട്രില്യൺ ടൺ ആണ്. ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോ എന്നുള്ളവർക്ക് അറിയാം. അങ്ങനെയുള്ള എത്ര ടണ്ണ്? 6000 മില്യൺ ട്രില്യൺ ടണ്ണുകൾ. ഈ ഭൂമി, ഇത്രയും വലിയ ഭൂമിയെ ഏകദേശം ഒരു 3-3.5 പ്രാവശ്യം ഒരൊറ്റ മനുഷ്യന്റെ ഞരമ്പുകളെ കൊണ്ട് കെട്ടാൻ പറ്റും, ചുറ്റാൻ പറ്റും എന്നാ പറയുന്നത്. ധാരാളം നമുക്ക് ചിന്തിക്കാനുണ്ട്. വേറൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ശരീരത്തിലുള്ള 2 കിഡ്നികൾ, ഈ കിഡ്നികളുടെ അകത്ത് അല്ലാഹു തആല ഞരമ്പുകളെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഈ കിഡ്നികളുടെ അകത്ത് ചുരുട്ടിവെച്ച ഞരമ്പുകളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എടുത്ത് ഓരോന്നും നീളത്തിൽ ജോയിന്റ് ചെയ്ത് വെച്ചാൽ ഈ കിഡ്നിയുടെ അകത്തുള്ള ഞരമ്പ് ഏകദേശം 100 കിലോമീറ്ററിലധികം ഉണ്ടാകുന്ന പറയുന്നത്. ഒരു കിഡ്നിയുടെ വെയിറ്റ് 125 ഗ്രാം മുതൽ 150 ഗ്രാം വരെയാണ്. ഇത്രയും ചെറിയ 125 ഗ്രാമുള്ള ഈ കിഡ്നിയുടെ അകത്ത്
ഉള്ള ഞരമ്പുകളെ നാം നിവർത്തി വെച്ചാൽ, ജോയിന്റ് ചെയ്തിട്ട് അത് 100 കിലോമീറ്ററിലധികം ഉണ്ടാകുമെന്ന് പറയുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, വലിയ വലിയ ഡോക്ടേഴ്സ് അവരെഴുതിയ ബുക്കുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഡോക്ടർ ജോൺ പവത്തിൽ എന്ന് പറയുന്ന വലിയ ഡോക്ടർ, അദ്ദേഹത്തിന് ഇന്ത്യയുടെ MBBS കഴിഞ്ഞ് യൂറോപ്പിൽ നിന്ന് ഏകദേശം വലിയ 7 ബിരുദങ്ങളോളം ഉണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ വലിയ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്ത ഒരു വലിയ ഡോക്ടറാണ്. അദ്ദേഹം എഴുതിയ ബുക്ക് വൃക്കയും മൂത്രവ്യൂഹ രോഗങ്ങളും എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. പല ബുക്കും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇക്കാര്യം. അതേപോലെ തന്നെ ഡോക്ടർ സാവിത്രി റാമിയ അവരൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഓൾ ടു വാണ്ട് ടു നോ അബൌട്ട് കിഡ്നി സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിലും അവര് പറയുന്നത് ഈ വൃക്കയുടെ ഓരോ വൃക്കയുടെയും അകത്ത് 2 വൃക്കയുണ്ടല്ലോ കിഡ്നി, അതിന്റെ അകത്ത് അല്ലാഹു തആല ഓരോ വൃക്കയുടെയും അകത്ത് 10 ലക്ഷത്തിലധികം ഫിൽട്ടേഴ്സുകൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. ഓരോ ദിവസവും 180 ലിറ്റർ ബ്ലഡ് രക്തം ശുദ്ധീകരിക്കുന്നു ഈ കിഡ്നി. അങ്ങനെയുള്ള ഈ കിഡ്നി ശുദ്ധീകരിക്കാൻ വേണ്ടി ഓരോന്നിന്റെ അകത്തും 10 ലക്ഷത്തിലധികം ഫിൽട്ടേഴ്സുകൾ. ചുരുക്കത്തിൽ അത് 125 ഗ്രാമേ ഉള്ളൂ. നമുക്ക് എത്രമാത്രം ചിന്തിക്കാനുണ്ട്. ഒരു ശാസ്ത്രജ്ഞന്മാരെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, ആയാത്തുല്ലാഹി ഫിൽ കല്ല്, കിഡ്നികളിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ പലരും മെഡിസിന്റെ ബുക്കുകളിൽ ഈ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചുരുക്കത്തിൽ പറയുന്നു, നമ്മുടെ ശരീരത്തിൽ പെർ സെക്കൻഡിന്, ഓരോ സെക്കൻഡിനും 20 ലക്ഷം RBCകൾ, റെഡ് ബ്ലഡ് സെൽസുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഒരു സെക്കൻഡിന് 20 ലക്ഷം, അടുത്ത സെക്കൻഡിന് 20 ലക്ഷം, പിന്നെ അടുത്ത സെക്കൻഡിന് 20 ലക്ഷം, അങ്ങനെ നമ്മുടെ ജീവിതം മുഴുവനും. ഈ ഒരു സെക്കൻഡിന്റെ 20 ലക്ഷത്തിൽ നിന്ന് 1 RBC എടുത്താൽ അതിന്റെ അകത്ത് ബില്യൺ കണക്കില്, 1 ബില്യൺ എന്നല്ല പറഞ്ഞു, 100 കോടി എന്നല്ല പറഞ്ഞു, ബില്യൺ കണക്കില് ആൻഡ് ആറ്റംസുകൾ ഉണ്ട്. ചുരുക്കത്തില്, അതായത് ചുരുക്കത്തില് ഇരുമ്പ് സത്ത എന്ന് നമുക്ക് പറയാം. നമുക്ക് ഒരു ദിവസം ജീവിക്കാൻ വേണ്ടി ഇവിടെ 200-ലേറെ ക്വിന്റില്ലൻ ആൻഡ് ആട്ടം വേണമെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാല് 200-ലേറെ ക്വിന്റില്ലൻ എന്ന് പറഞ്ഞാല് 7 ഓക്ടില്യൻ. ഒരു ഓക്ടില്യൻ എന്ന് പറഞ്ഞാല് 1/27 0 ഇടുന്നതാണ്. ഇതൊക്കെ ഔട്ട് ഓഫ് റേഞ്ച് ആണ്. ചുരുക്കത്തിൽ എത്രയോ കണക്കില്ലാത്ത അതിന്റെ ആട്ടങ്ങൾ ഒരു ദിവസം നമുക്ക് ജീവിക്കാൻ ഇവിടെ വേണം. അപ്പോൾ നാം ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഇതൊക്കെ എത്ര ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് നാം ഒന്ന് പ്രത്യേകം ചിന്തിക്കാനുണ്ട്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ളത് മാത്രം നാം പറയുകയാണെങ്കിൽ നമുക്ക് കാലങ്ങളോളം അള്ളാഹുവിന്റെ ഈ അത്ഭുതങ്ങൾ, നമ്മുടെ ശരീരത്തിലുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി പറയാനുണ്ട്. അതാണ് ഒരു കവി പാടിയത്, മനുഷ്യ, നീ ഒരു ചെറിയ ശരീരമാണ് എന്നാണ് നീ വിചാരിക്കുന്നത്. പക്ഷേ നിന്റെ ശരീരത്തിന്റെ അകത്ത് ഒരു വലിയ ലോകം, അൽ ആലമുൽ അക്ബർ, ഏറ്റവും വലിയ ലോകമുണ്ട് എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോഴേക്ക് ഇതിനെപ്പറ്റിയൊക്കെ നാം പഠിക്കണം. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരത്തെപ്പറ്റി നിങ്ങൾ പഠിക്കുന്നില്ലേ, ഗവേഷണം ചെയ്യുന്നില്ലേ, ഗവേഷണം നടത്തുന്നില്ലേ, അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലേ നിങ്ങൾ എന്ന് അള്ളാഹു പറഞ്ഞു. കാരണം അതിന്റെ അകത്ത് അത്രയുമുണ്ട്. സൂറത്തുൽ ജാസിയയിലും ഫുസ്സിലത്തിലും ദാരിയാത്തിലും ഒക്കെ അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തില് വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു തആല പറഞ്ഞു. അപ്പൊ അതിനെപ്പറ്റി പഠിക്കണം, എല്ലാ വിഷയത്തെപ്പറ്റി പഠിക്കണം. എന്നിട്ട് അള്ളാഹുലേക്ക് നാം എത്തണം. ധാരാളം പഠിച്ച് അള്ളാഹുവിലേക്ക് എത്തുന്നവരുള്ള അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.